ഹ, എന്റെ വായടി ഇങ്ങനെ കരയാതെ. ആഹു, എല്ലാവരും പറയും ഞാൻ കലിപ്പാണെന്ന്. ശരിയാ, ഞാൻ കലിപ്പൻ തന്നെയാണ്. എന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് തന്നെ എന്നോട് അടുക്കാനും ആരും തയ്യാറാകില്ല. ദേഷ്യം കാരണം ഒന്ന് ചിരിക്കാൻ പോലും ഞാൻ മറന്നു. എന്നാലും എന്റെ കുഞ്ഞുപെങ്ങൾ എന്റെ ജീവനല്ലേ. അപ്പോൾ നിന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഉണ്ടാകും, അത്രയേ ഉള്ളൂ. ആഹുവിന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് രുദ്രൻ പറഞ്ഞു. ആഹു പതിയെ അവനെ നോക്കി ചിരിച്ചു. എന്റെ ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാല്ലേ. ഇതിന്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണം, ദിവ്യക്കാണോ? ആഹു കുറുമ്പോടെ ചോദിച്ചു. നിനക്ക് സംശയം വേണ്ട, ഇതിനുള്ള ക്രെഡിറ്റ് എന്റെ അംശയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന്. എല്ലാവർക്കും ഞാൻ കലിപ്പായപ്പോഴും അവൾക്ക് ഞാൻ പാവമായിരുന്നു. എന്റെ ദേഷ്യം കാരണം ആരും എന്നോട് ഒന്നും പറയാതെ നടന്നപ്പോൾ അവൾ അവളുടെ കുറുമ്പും കുസൃതിയും ഒരു മറയുമില്ലാതെ തുറന്നു കാട്ടി. നിനക്കൊരു കാര്യം അറിയുമോ? പലപ്പോഴും പപ്പ തരുന്ന സ്ട്രെസ് ഞാൻ മറന്നത് അവളിലൂടെയാണ്. അവളുടെ കൊഞ്ചിയുള്ള സംസാരവും ദേഷ്യവും വാശിയും കുറുമ്പും ഒക്കെ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടതായിരുന്നു. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അവളെ പിരിയേണ്ടി വരുമെന്ന് ഓർത്തപ്പോൾ പോലും ഞാൻ വല്ലാതെ നീറുകയായിരുന്നു. അത്രയേറെ എന്നെ സ്ഥാനം നേടിയവളാണ് അംശി. എന്ന് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സൗഹൃദം. രുദ്രൻ പറഞ്ഞു നിർത്തി ആഹുവിനെ നോക്കി. അവൾ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ എന്തിനാ ചേട്ടാ അവളെ അകറ്റി നിർത്തുന്നത്? അവളെ ഏട്ടനെ മറന്നു കാണും എന്നോർത്താണോ? ഒരിക്കലുമില്ല. എന്റെ അംശിക്ക് എന്നോടുണ്ടായിരുന്ന സൗഹൃദം അത് കളങ്കമില്ലാത്തതാണ്. അങ്ങനെയുള്ള അവൾ ഒരിക്കലും എന്നെ മറക്കില്ല. അതിനവൾക്കാകില്ല. ഓർമ്മയുടെ ഏതോ കൂട്ടിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് അവൾ അവളുടെ ദക്ഷിണെ. ആ പൂട്ട് പൊട്ടിച്ച് അതിനെ പുറത്തു കൊണ്ടുവരാനാണ് എന്റെ കാത്തിരിപ്പ്. എല്ലാം മറന്നെന്ന് ചടിച്ചാലും ചിലപ്പോഴെങ്കിലും ആരും കാണാതെ പലരും മനസ്സിൽ വന്ന് മുഖം കാണിച്ചിട്ട് പോകും, വെറുതെ എല്ലാം ഒന്ന് ഓർക്കാൻ. അതുപോലെ അവളുടെ ഓർമ്മകളിൽ ഞാനുണ്ടാകും. ഇത്രയൊക്കെ അവളെ സ്നേഹിക്കുന്ന ഏട്ടന് അവളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൂടെ? ഇല്ല മോളെ, അംശി എന്റെ സൗഹൃദമാണ്, പ്രണയമല്ല. എന്റെ പ്രണയം ഞാൻ എന്നേ മറ്റൊരാൾക്ക് പകുത്തു നൽകിയതാണ്. അവളാണ് എന്റെ പാതി, അവൾ മാത്രം. മറ്റൊരാൾക്ക് സ്ഥാനം കൈയടക്കുന്ന നിമിഷം എന്റെ മരണമാണ്. രുദ്രൻ പറഞ്ഞതെല്ലാം ആഹു ശ്രദ്ധയോടെ കേട്ടിരുന്നു. അവൾ അറിയുകയായിരുന്നു അവന്റെ ഉള്ളിൽ അവന്റെ സൗഹൃദത്തിനും പ്രണയത്തിനും ഉള്ള സ്ഥാനം. പിറ്റേന്ന് പതിവ് പോലെ പിള്ളേരെ കാത്തു നിൽപ്പാണ് ആഹുവും മാളും. പെട്ടെന്ന് അവിടേക്ക് ദിവ്യൻ ധ്രുവും ഹരിയും എത്തി. ആഹാ, ഇന്നെന്താ എണ്ണത്തിൽ ഒരാളുടെ കുറവുണ്ടല്ലോ. മാളുവിനെ ആഹുവിനെ നോക്കി ഹരി ചോദിച്ചു. അവൾ ഇതുവരെ വന്നില്ല, ആഹു പറഞ്ഞു. അതെന്താ, സാധാരണ അവൾ ഈ സമയത്ത് എത്തുന്നതാണല്ലോ, ധ്രുവ ചോദിച്ചു. അറിയില്ലടാ, മാളു പറഞ്ഞു. ഇനി വരാതിരിക്കുമോ? ദിവ്യാണ്. ഇല്ല, ഞാൻ രാവിലെ വിളിച്ചതാ, അപ്പോ വരുമെന്നാ പറഞ്ഞത്, ആഹു പറഞ്ഞു. എന്ന വല്ല ബ്ലോക്കിലും പെട്ട് കാണാം, നമുക്കിവിടെ നിൽക്കാം. അവൾ വന്നിട്ട് പോവാം, ദിവ്യ പറഞ്ഞത് മൂന്നും അതിന് സമ്മതം മൂളി. നിൽക്കുന്നതൊക്കെ കൊള്ളാം, പുതിയ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് കേട്ടല്ലോ, ഹരി ഗൗരവത്തോടെ പറഞ്ഞു. എനിക്കുള്ള വാണിംഗ് ആണെന്ന് മനസ്സിലായി, ഞാനായിട്ട് ഒന്നിനും പോകുന്നില്ല, പോരെ, ദിവ്യ പറഞ്ഞു. ഹരി ഒന്ന് അമർത്തി മൂളി. ഹരിയേട്ടാ. മുന്നോട്ട് നടന്നത് പുറകിൽ നിന്ന് ദിവ്യയുടെ വിളി വന്നിരുന്നു. ഹരി എന്താന്ന അർത്ഥത്തിൽ അവളെ തിരിഞ്ഞു നോക്കി. ഏട്ടന് തിരക്കുണ്ടോ? ദിവ്യ ചോദിച്ചു. ഇല്ല, എന്താ കാര്യം? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു, ദിവ്യ പറഞ്ഞു. ഹരി അവൾക്ക് അരികിലേക്ക് ചെന്നു. എന്താടാ? മാളുവിന്റെ കാര്യമാണ്, ദിവ്യ പറഞ്ഞത്. ഹരി മാളുവിനെയും അവളെയും മാറി മാറി നോക്കി. മാളുവും ധ്രുവും ആഹുവും എന്താ കാര്യം എന്നറിയാതെ നിൽപ്പാണ്. ഇവളുടെ എന്ത് കാര്യം? ഹരി ചോദിച്ചു. ഇവളുടെ കാര്യത്തിൽ ഏട്ട ഒരു തീരുമാനം പറയണം, ദിവ്യ പറഞ്ഞു. അത് ഞാൻ പലവട്ടം പറഞ്ഞതാണല്ലോ, ഹരിയും പറഞ്ഞു. എന്ത്? പഠിക്കുക എന്നല്ലാതെ എന്ത് പറഞ്ഞെന്നാ? ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലല്ലോ. അതുവരെ മിണ്ടാതിരുന്ന മാളു പറഞ്ഞു. നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞോ? ഹരി മാളുവിനെ നോക്കി ചോദിച്ചു. ഇല്ല, അതാണല്ലോ പ്രശ്നം, ദിവ്യ പറഞ്ഞു. എന്ത് പ്രശ്നം? ഹരി ചോദിച്ചു. ഏട്ട ഒരു തീരുമാനം പറയാതെ അവൾക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഏതോ ഒരു എഞ്ചിനീയറുടെ പ്രൊപ്പോസൽ വന്നിട്ടുണ്ട്. വീട്ടിൽ ഇവളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടായി. ഇവളുടെ അഭിപ്രായം അറിയാൻ വെയിറ്റിംഗ് ആണ്. ചേട്ട ഇങ്ങനെ ഒന്നും പറയാതിരുന്ന ഇവൾ എന്ത് പറയാനാ? വീട്ടിലൊരു തീരുമാനം പറയണ്ടേ? ദിവ്യ ഹരിയെ നോക്കി പറഞ്ഞു. ബാക്കി മൂന്നും ഞെട്ടി പണ്ടാരം അടങ്ങിയാണ് നിപ്പ്. മാളുവാണ് ഇതൊക്കെ എപ്പ എന്ന ചിന്തയിലാണ്. ഹരിക്ക് മാത്രം ഒരു കുലുക്കവും ഇല്ല. അവൻ മാളുവിനെ ഒന്ന് നോക്കി. അവൻ നോക്കുന്നത് കണ്ടതും അവൾ തലതാഴ്ത്തി. വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടെങ്കിൽ സമ്മതം പറയണം, ഹരി പറഞ്ഞതും മാളു ഞെട്ടി തലയുയർത്തി അവനെ നോക്കി. അവന്റെ നോട്ടം ദിവ്യയിലായിരുന്നു. അവള് ഞെട്ടിയാണ് നിൽപ്പ്. അങ്ങനെ ഒരു മറുപടി അവർ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. സാർ എന്താ പറഞ്ഞത്? മാളു വിശ്വാസം വരാത്തതുപോലെ അവനെ നോക്കി ചോദിച്ചു. ഞാൻ പറഞ്ഞത് തനിക്ക് മനസ്സിലായില്ലേ? ഇത്രയൊക്കെ വീട്ടുകാർ നിർബന്ധിക്കുമ്പോൾ വേറെ എന്ത് ചെയ്യാനാ? പിന്നെ നല്ല പ്രൊപ്പോസൽ ആയതുകൊണ്ടായിരിക്കും അവർ പറയുന്നത്. പിന്നെ പഠിപ്പ് കംപ്ലീറ്റ് ചെയ്യണം. ഇനിയിപ്പോ ഇത്രയേ ഉള്ളൂ, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. വിവാഹം അത് കഴിഞ്ഞ് വേണമെങ്കിലും നടത്താമെന്ന് വീട്ടുകാരോട് പറ. തന്നെ പഠിപ്പിക്കുന്ന അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞുവെന്ന് മാത്രം. ബാക്കിയൊക്കെ തന്റെ വീട്ടുകാരുടെ തീരുമാനമാണല്ലോ. ഹരിയുടെ വാക്കുകൾ ഒരു ചാട്ടുളി പോലെയാണ് മാളുവിന്റെ ഉള്ളിലെത്തിയത്. ചെവിയിൽ ഈയോ ഒരുക്കി ഒഴിച്ചതുപോലെ കൊട്ടി അടയ്ക്കപ്പെട്ട അവസ്ഥയായിരുന്നു അവൾക്ക്. നിന്ന നിൽപ്പ് ഇല്ലാതായിരുന്നെങ്കിൽ എന്നുപോലും അവൾ ആശിച്ചു.
കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകി. ദിവ്യയുടെയും ധ്രുവിന്റെയും ആഹുവിന്റെ അവസ്ഥ മറിച്ചായിരുന്നില്ല. മാളവിക, താൻ എന്താ ഇങ്ങനെ? ജസ്റ്റ് സ്റ്റോപ്പ് ക്രൈം, ഹരി പറഞ്ഞു. ഏട്ടൻ പൊയ്ക്കോ, ഇത് ഞങ്ങൾ നോക്കിക്കോളാം, ദിവ്യ ഗൗരവത്തോടെ പറഞ്ഞു. മോളെ ഡാ, ഹരി അവളെ വിളിച്ചു. ഏട്ടനോട് പോകാൻ പറഞ്ഞില്ലേ? ഇത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞല്ലോ, ധ്രുവ് അല്പം കടുപ്പിച്ചു പറഞ്ഞു. ഹരി മാളുവിനെ ഒന്ന് നോക്കി. അവൾ അപ്പോഴും കരയുകയായിരുന്നു. ഹരി അവളെ ഒരിക്കൽ കൂടി ഒന്ന് നോക്കിയ ശേഷം നടന്നു നീങ്ങി. ആഹുവും ദിവ്യയും ധ്രുവും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽപ്പായിരുന്നു. അപ്പോഴേക്കും അവിടേക്ക് ഋതു എത്തിയിരുന്നു. എന്താടാ, എന്തു പറ്റി? ഇവളെന്തിനാ കരയുന്നേ? ആരെങ്കിലും ഒന്ന് പറയുന്നുണ്ടോ? ഋതു ചോദിച്ചു. ഋതു, നീ ഒന്ന് അടങ്ങ്, ഞാൻ പറയാം. അതും പറഞ്ഞ ആഹു അവളോട് എല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് ആകെ തറഞ്ഞു നിൽക്കുവാണ് ഋതു. അവൾ പതിയെ മാളുവിന്റെ അരികിലേക്ക് ചെന്നു. മാളു. ഋതു പതിയെ അവളുടെ തോളിൽ കൈവച്ച് വിളിച്ചു. മാളു അവളെ തലയുയർത്തി നോക്കി. അവളുടെ ചുവന്നു കലങ്ങിയ കണ്ണുകൾ കണ്ടതും എല്ലാവരുടെയും ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞതുപോലെ തോന്നി. കൂടെ പിറന്നതല്ലെങ്കിലും കൂടെപ്പിറപ്പായവൾ, കളിയും ചിരിയുമായി എന്നും ഒപ്പം കൂടിയവൾ, ഇന്ന് പുഞ്ചിരിയില്ലാത്ത മുഖവുമായി മുന്നിൽ. അവർക്ക് എന്ത് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയില്ലായിരുന്നു. മോളെ മാളു, ദിവ്യ അവൾക്ക് അരികിലേക്ക് ഇരുന്നു കൊണ്ട് വിളിച്ചു. അവൾ പതിയെ ദിവ്യയെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. കഴിയില്ല എന്ന് അറിഞ്ഞിട്ടും വെറുതെ ഒരു പാശ്രമം. ഡാ, ഞാൻ ദിവ്യ എന്ത് പറയണമെന്നറിയാതെ നിന്നു. തന്റെ എല്ലാമായ ചേട്ടനാൽ നീറാൻ വിധിക്കപ്പെട്ടവളാണ് മുന്നിൽ. ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ അറിഞ്ഞതാണ് ഹരി അവൾക്ക് ആരാണെന്ന്. ഓരോന്ന് ഓർക്കവേ ദിവ്യയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദിവ്യ, എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കുമോ? മാളു പറഞ്ഞതും ബാക്കി 4 പേര് ഞെട്ടി അവളെ നോക്കി. മാളു, ധ്രുവ ഇടർച്ചയോടെ അവളെ വിളിച്ചു. എനിക്ക് പറ്റില്ലടാ, ഇവിടെ സാറിനെ ഫേസ് ചെയ്യാൻ എനിക്കാവില്ല. ഞാനൊന്ന് ഓക്കെ ആകുന്നവരെ എനിക്കൊന്ന് മാറി നിൽക്കണം, പ്ലീസ്. മാളു ദയനീയമായി പറഞ്ഞത് ധ്രുവിന് എന്ത് പറയണമെന്നറിയാത്ത അവസ്ഥയായിരുന്നു. മാളു, വേണോടാ? ആഹു ചോദിച്ചു. ആഹു വേണ്ട, ഇപ്പൊ അവൾക്ക് ഇവിടെ നിന്ന് ഒരു മാറ്റം അത്യാവശ്യമാണ്, അവൾ പൊയ്ക്കോട്ടെ. ദിവ്യ പറഞ്ഞതും ബാക്കി 3 ആളും അവളെ ഞെട്ടി നോക്കി. ഡാ, നീ എന്താ പറയുന്നേ? ഋതു ചോദിച്ചു. അവൾക്കിപ്പോ ഒരു ചേഞ്ച് ആവശ്യമാണ്. ദിവ്യ പറഞ്ഞതും അത് ശരിയാണെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നി. മാളു അപ്പോഴും നിശബ്ദതയായിരുന്നു. ഡാ, പോകുന്നതിന് മുമ്പ് എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണം. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മാളു പറഞ്ഞു. എന്തിന്? സാറിന് നിന്നെ വേണ്ട, പിന്നെ വീണ്ടും നീ പുറകെ നടക്കുന്ന എന്തിനാ? ഋതു ദേഷ്യത്തിൽ പറഞ്ഞു. ഇല്ലടാ, വീണ്ടും പുറകെ പോയി ബുദ്ധിമുട്ടിക്കാനും നാണം കെടാനും ഞാനില്ല. വീണ്ടും വിഡ്ഢിവേഷം കേട്ട എനിക്ക് വയ്യ, മാളു നിറ കണ്ണുകളോടെ പറഞ്ഞു. പിന്നെ എന്തിനാ നീ സാറിനെ കാണണമെന്ന് പറയുന്നത്? ആഹു ചോദിച്ചു. എനിക്ക് സംസാരിക്കണം. ഇതുവരെ ബുദ്ധിമുട്ടിച്ചത് മാപ്പ് പറയണം. എന്റെ പ്രണയം ഞാൻ ഒരിക്കലും സാറിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കില്ലെന്ന് പറയണം. ഇനി ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ചെല്ലില്ല എന്നും പറയണം. മാളു പറഞ്ഞത് ബാക്കി 4 എന്ത് പറയണമെന്നറിയാതെ നിന്നു. മോളെ, വേണോടാ? ധ്രുവാണ്. വേണം ധ്രുവ്, എനിക്ക് കാണണം, സംസാരിക്കണം, ലാസ്റ്റ് ടൈം പ്ലീസ്. മാളു ദയനീയമായി അപേക്ഷിച്ചതും എല്ലാവരും അവളുടെ സമ്മതം മൂളി. ധ്രുവ്, നീയും ദിവ്യയും ചെന്ന് ഹോസ്റ്റലിൽ നിന്ന് എന്റെ ബാഗ് എടുക്കുമോ? ഞാൻ അപ്പോഴേക്കും സാറിനോട് സംസാരിക്കാം. മാളു ധ്രുവിനെ നോക്കി ചോദിച്ചു. അത് വേണോടാ, നമ്മൾ ഒരുമിച്ച് പോയാ പോരെ? ദിവ്യ ചോദിച്ചു. എന്റെ പൊന്നു നാത്തു, ഓ സോറി, ഇനി അങ്ങനെ വിളിക്കുന്നല്ലേ എന്തർത്ഥമല്ലേ? പോട്ടെ, ശീലമായതുകൊണ്ടാ, മാറ്റാൻ ഞാൻ ശ്രമിക്കാം, മാളു പറഞ്ഞു. മാളു ഡാ. ദിവ്യ എന്ത് പറയണമെന്നറിയാതെ അവളെ നോക്കി. നീ വെറുതെ അപ്സെറ്റ് ആകേണ്ട. ഞാൻ സാറിന്റെ മുമ്പിൽ പോയി വീണ്ടും കരഞ്ഞു കാലു പിടിക്കാനൊന്നും ഞാൻ നോക്കില്ല. ഒന്ന് സംസാരിക്കണം, മനസ്സിലുള്ളത് തുറന്നു പറയണം, അത്രയേ ഉള്ളൂ. എത്ര പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് ബോധ്യമായതും പിള്ളേര് സമ്മതം മൂളി. ദിവ്യയും ധ്രുവും ഹോസ്റ്റലിലേക്ക് പോയതും മാളു ഹരിയെ കാണാനും ചെന്നു. അവൾ ചെല്ലുമ്പോ ഹരി ഫോണിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു. മാളുവിനെ കണ്ടതും അവൻ കോൾ കട്ടാക്കി. എന്താ മാളവിക? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നുരഞ്ഞു പൊന്തി വന്ന കരച്ച് പിടിച്ചു നിർത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. എന്ത് കാര്യം? ഹരി ചോദിച്ചു. അത് പിന്നെ സാർ ഒന്ന് പുറത്തേക്ക് വരുമോ? അല്പം പേഴ്സണലാണ്. അതും പറഞ്ഞ മാളു പുറത്തേക്ക് നടന്നു. ഒപ്പം ഹരി. രണ്ടാളും നടന്ന് കുറച്ച് അപ്പുറത്തുള്ള ഇടനാഴിയിൽ ചെന്ന് നിന്നു. അതിന്റെ അറ്റത്തായി പുതിയ ബിൽഡിങ്ങിന്റെ വർക്ക് നടക്കുകയാണ്. അതുകൊണ്ട് അധികം ആരും അവിടേക്ക് വരാറില്ല. എന്താടോ? ഹരി ചോദിച്ചു. സോറി, റിയലി സോറി ഫോർ ആൾ, മാളു പറഞ്ഞു. മനസ്സിലായില്ല. ഹരിയുടെ നെറ്റി ചുളിഞ്ഞു. സാറിന് ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ട് പുറകെ നടന്ന് ശല്യം ചെയ്തതിന് ഒക്കെ സോറി, എന്റെ തെറ്റാണ്. ആദ്യമേ മനസ്സിലാക്കണമായിരുന്നു. സാറിന്റെ ഉള്ളിൽ ഞാൻ ഇല്ലെന്ന് അറിയാമായിരുന്നിട്ട് എന്തെങ്കിലും ആ മനസ്സിൽ സ്ഥാനം കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്റെ പൊട്ട ബുദ്ധിയെ തോന്നിയതാവും, പക്ഷെ ഒന്നുണ്ട്. അവൾ പറഞ്ഞതും ഹരി എന്താ എന്ന പോലെ അവളെ നോക്കി. എന്റെ ഇഷ്ടം അത് വെറുമൊരു ക്യാമ്പസ് ലവ് ആയിരുന്നില്ല. ആദ്യമായി ഇവിടെ വന്നപ്പോ കണ്ടതാണ് സാറിനെ. അന്ന് സാർ എന്റെ അധ്യാപകരാണെന്നോ ധ്രുവിന്റെ ഏട്ടനാണെന്നോ എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത്. അറിഞ്ഞപ്പോ എല്ലാം മറക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ ശ്രമിക്കും തോറും ഞാൻ സാറിനെ വല്ലാതെ സ്നേഹിച്ചു പോയി. ഇതൊന്നും ഇപ്പൊ പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്നറിയാം. എങ്കിലും പറയാൻ തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. ഇനി ഒരിക്കലും ഞാൻ ഒരു ശല്യാവില്ല. ഐ പ്രോമിസ് യു ദാറ്റ്.
അത്രമാത്രം പറഞ്ഞ് ഹരിയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ പോയി. താഴെ വാഗമര ചുവട്ടിൽ അവൾക്കായി ഋതുവും ആഹുവും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സംസാരിച്ചോ? ഋതു ചോദിച്ചു. മാളു ഒന്ന് മൂളി. ആരും ഒന്നും മിണ്ടിയില്ല. ഡാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, മാളു പറഞ്ഞു. എന്താ? ഇതൊന്നും രുദ്രേട്ട അറിയരുത്. അറിഞ്ഞാൽ സാറിനോട് ചെന്ന് ചോദിക്കും. ചിലപ്പോ വഴക്കിടും. ദിവ്യ അതറിഞ്ഞ് വീണ്ടും പ്രശ്നം ഉണ്ടാകും. അത് പാടില്ല. ദിവ്യ ഏട്ടന് എത്ര പ്രിയപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഒന്നും ഏട്ട അറിയരുത്. മാളു പറഞ്ഞതും ബാക്കി രണ്ടാളും സമ്മതം മൂളി. ധ്രുവൻ ദിവ്യ എത്തിയതും നാലാളും കൂടി മാളുവിനെ നാട്ടിലേക്കുള്ള വണ്ടി കയറ്റി വിട്ടു. അവൾ പോയതും നാലാളുടെയും മിഴികൾ നിറഞ്ഞൊഴുകി. തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ ഓർത്ത് ബസ്സിലെ സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടയ്ക്കുമ്പോൾ മാളുവിന്റെ ഉള്ളിലും ഹരിയായിരുന്നു. അവളുടെ നഷ്ടപ്രണയം ഓർമ്മകളിൽ അവളുടെ കണ്ണിൽ നിന്നും 2 തുള്ളി കവിളിനെ നനയിച്ചു ഉതിർന്നു വീണു. മാളു വീട്ടിലെത്തുമ്പോൾ നേരെ ഇരുട്ടിയിരുന്നു. വീട്ടിൽ ആരെയും വരുന്ന വിവരം അവൾ അറിയിച്ചിരുന്നില്ല. ബസ് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് അവൾ വീട്ടിലേക്ക് ചെന്നു. മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും മിത്തു അകത്തുനിന്ന് ഓടി വന്നു. അമ്മേ, ദേ ചേച്ചി. മാളുവിനെ കണ്ടതും മിത്തു അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. മാളു ഒരു ചിരിയോടെ അകത്തേക്ക് കയറി. അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് ജാനകിയും എത്തിയിരുന്നു. നീ എന്താ മാളു പെട്ടെന്നൊരു വരവ്? ഒന്ന് വിളിച്ചു പറഞ്ഞത് പോലും ഇല്ലല്ലോ, ജാനകി ചോദിച്ചു. ഒന്നുമില്ല അമ്മേ, കുറച്ചായാലേ വന്നിട്ട്, അതുകൊണ്ട് വന്നതാ, മാളു പറഞ്ഞു. അങ്ങനെ ഒരു ശീലമൊന്നും നിനക്കില്ലല്ലോ. അത് മാത്രമല്ല, ഇപ്പൊ ക്ലാസ്സുള്ള ടൈമല്ലേ, പിന്നെന്താ ഇങ്ങനെ ഒരു വരവ്? ജാനകി അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. എന്റെ അമ്മേ, എനിക്കൊന്ന് ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണാൻ തോന്നി. ഇനിയിപ്പൊ എക്സാം ഒക്കെ സ്റ്റാർട്ട് ആകും. പിന്നെ വരവൊക്കെ കണക്കാം. അപ്പൊ പിന്നെ വരാമെന്ന് കരുതി, മാളു പറഞ്ഞു. ജാനകി ഒന്ന് മൂളി. ചേച്ചിയുടെ മുഖത്ത് എന്താ ആകെ ഒരു വാട്ടം? മിത്തു ചോദിച്ചതും മാളു ചെറുതായൊന്ന് ഞെട്ടി. ശരിയാ, നിനക്കെന്താ വയ്യേ? ജാനകി ആകുലതയോടെ അവളുടെ നെറ്റിയിലും കഴുത്തിലും ഒക്കെ തൊട്ടു നോക്കാൻ തുടങ്ങി. പനിയൊന്നും ഇല്ലല്ലോ, പിന്നെന്താ നിനക്ക്? ജാനകി ചോദിച്ചു. എന്റെ അമ്മയെ, എനിക്കൊന്നുമില്ല. ചെറിയൊരു തലവേദന, പിന്നെ യാത്ര ചെയ്ത ക്ഷീണവും ഉണ്ട്. വേറൊന്നുമല്ല. ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഓരോന്ന് വരുത്തി വെക്കല്ലേ, മാളു പറഞ്ഞു. നീ ചെന്ന് കുളിച്ചിട്ട് വാ. ഞാൻ അപ്പോഴേക്ക് നല്ല ചൂട് കട്ടനിട്ട് തരാം. അതും കുടിച്ച് അല്പനേരം കിടക്കും. ക്ഷീണവും തലവേദനയും ഒക്കെ മാറും. ജാനകി വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. മാളു അവർക്ക് ഒരു വാടിയ പുഞ്ചിരി സമ്മാനമായി നൽകി. പിന്നെ റൂമിലേക്ക് പോയി ഡോർ ലോക്ക് ചെയ്തു. അവൾ നേരെ ബാത്റൂമിലേക്ക് കയറി വസ്ത്രം പോലും മാറാതെ ഷവറിന് ചുവട്ടി നിന്നു. ദേഹത്തേക്ക് പതിക്കുന്ന വെള്ളത്തിനൊപ്പം അവളുടെ കണ്ണുനീർ ഒലിച്ചിറങ്ങി. ആ തണുത്ത വെള്ളത്തിന് പോലും അവളുടെ ഉള്ളിലെ ചൂടിനെ ശമിപ്പിക്കാനായില്ല. ഹരിയെ കണ്ടതു മുതൽ ഈ നിമിഷം വരെയുള്ളത് ഓരോന്നും അവളുടെ മുന്നിൽ തിരശീലയിൽ എന്ന പോലെ മനസ്സിലൂടെ കടന്നുപോയതും അവളുടെ ഹൃദയം വിങ്ങിപ്പൊട്ടി. ഉറക്കെ കരയാൻ അവളുടെ ഉള്ളം തുടിച്ചു. തന്നെ തഴുകി ഒഴുകുന്ന വെള്ളത്തിനൊപ്പം കണ്ണുനീരും അവൾ ഒഴുക്കി. ഏറെ നേരം അതേ നിൽപ്പ് തുടർന്നതും ഒന്ന് ഓക്കെയായി എന്ന് തോന്നിയതും അവൾ പുറത്തിറങ്ങി ഡ്രസ്സ് എടുത്ത് ചേഞ്ച് ചെയ്തു. കുളി കഴിഞ്ഞ് താഴേക്ക് ചെന്നപ്പോഴേക്കും ജാനകി കുടിക്കാൻ ചൂട് കട്ട നൽകി. അതവളുടെ ശരീരത്തിന് ഉന്മേഷം നൽകിയെങ്കിലും മനസ്സ് അപ്പോഴും നീറുകയായിരുന്നു. അപ്പോഴേക്കും ശ്രീധറു എത്തിയിരുന്നു. മോൾ എന്താ വരുന്ന കാര്യം വിളിച്ചു പറയാതിരുന്നേ? പറഞ്ഞിരുന്നുവെങ്കിൽ അച്ഛൻ വരില്ലായിരുന്നോ കൂട്ടാൻ? ഇതിപ്പോ ഒറ്റയ്ക്ക്? ശ്രീധർ ചോദിച്ചു. ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ അച്ഛാ വരവും പോക്കും, പിന്നെന്താ, മാളു പറഞ്ഞു. അതിനപ്പോഴൊന്ന് നീ ഇത്ര വൈകാറില്ലല്ലോ. ഇതിപ്പോ ഒത്തിരി വൈകിയല്ലേ വന്നത്. അപ്പോട്ടെ അച്ചൂസേ, വിട്ടേക്കെന്നേ, മാളു വിഷയം ഉള്ളിലൊതുക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. വീട്ടിലെത്തിട്ട് നീ ആ കുട്ടികളെ വിളിച്ചു പറഞ്ഞോ മാളു? അവരെന്നെ വിളിച്ചിരുന്നു, നിന്നെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. നിന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് സമാധാനം കിട്ടിക്കാണില്ല അവർക്ക്, ജാനകി അവളെ നോക്കി പറഞ്ഞു. ഓ, ഞാനത് മറന്നു. ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു അമ്മേ, ഞാൻ പിന്നെ വിളിച്ചോളാം, മാളു പറഞ്ഞു. മറക്കരുത്, ഇല്ലേ അവർക്ക് ടെൻഷനാകും, ശ്രീധർ പറഞ്ഞു. ഇല്ല അച്ഛാ, ഞാൻ വിളിച്ചോളാം. ഞാനൊന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണം. മാളു അതും പറഞ്ഞ് എഴുന്നേറ്റു. ഇത്രയായില്ലേ, ഇനി ആഹാരം കഴിച്ചിട്ട് കിടക്കാം, ജാനകി പറഞ്ഞു. വേണ്ടമ്മേ, വിശപ്പില്ല, ഞാൻ ഒന്ന് കിടക്കട്ടെ. അതും പറഞ്ഞ് അവൾ പോയി. അവൾക്ക് എന്തോ വിഷമമുള്ളതുപോലെ തോന്നും ശ്രീയേട്ടാ, മാളു പോയ വഴിയെ നോക്കി ജാനകി പറഞ്ഞു. ഒന്നുമില്ലടോ, ടെൻഷൻ ആകാതെ, അവൾ ഓക്കെയാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ സംസാരിക്കാം, ശ്രീധരൻ അവളെ ആശ്വസിപ്പിച്ചു. മാളു നേരെ ചെന്ന് ഡോർ ലോക്കാക്കി. ഫോൺ എടുത്ത് എല്ലാവർക്കും എത്തിയെന്നും നാളെ വിളിക്കാമെന്നും മെസ്സേജ് അയച്ചു. പിന്നെ വന്നു കിടന്നു. നുരഞ്ഞു പൊന്തുന്ന ദുഃഖത്തെ തടഞ്ഞു നിർത്താതെ ഒഴുക്കി വിട്ടു. രാത്രി ഉമ്മറത്ത് ആകാശം നോക്കി നിൽപ്പാണ് ഹരി. കോളേജിൽ നിന്ന് വന്ന് ഇത്ര നേരമായിട്ടും ദിവ്യേന്ദ്രവും അവനോട് ഒന്നും സംസാരിച്ചിട്ടില്ല. അതിന്റെ വിഷമമുണ്ട് അവന്. തോളിൽ ഒരു കരസ്പർശം അറിഞ്ഞതും ഹരി തിരിഞ്ഞു നോക്കി. അവനെ നോക്കി നിൽക്കുന്ന നന്ദനെയും ധ്യാനെയും ജിത്തുവിനെയും കണ്ട് അവൻ ചെറുതായൊന്ന് ചിരിച്ചു. നിങ്ങൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ഹരി ചോദിച്ചു. ഇല്ല, ഒരു നിരാശാ കാമുകൻ ഇങ്ങനെ ഉറക്കം വിളിച്ച് നടക്കുമ്പോ ഞങ്ങൾ എങ്ങനെ ഉറങ്ങാൻ? ജിത്തുവാണ്. നിരാശാ കാമുകനോ? ഏത് നിരാശാ കാമുകൻ? ഹരി പതർച്ചയോടെ ചോദിച്ചു. ശങ്കർദാസ്. എന്തേ, കുഴപ്പമുണ്ടോ? ഞാൻ കലിപ്പായി. പൊട പട്ടി, ഹരി അവനെ നോക്കി വിളിച്ചു. മതി മതി, നിർത്തിക്കുകയല്ല. നന്ദൻ
നന്ദൻ പറഞ്ഞത് മൂന്നാളും സൈലന്റായി. വല്യേട്ടാ, അവർക്ക് വിഷമായി കാണും എന്നെനിക്കറിയാം. പക്ഷെ ഞാൻ അവളുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ പറഞ്ഞത്. അവൾക്ക് മനസ്സിലായില്ലെങ്കിലും അവർക്ക് മനസ്സിലാക്കേണ്ടേ? ഹരി പറഞ്ഞു. പോട്ടടാ, അവരുടെ പിണക്കൊക്കെ പെട്ടെന്ന് മാറും, നീ വിഷമിക്കാതെ, നന്ദൻ പറഞ്ഞു. ഹരി അവനെ നോക്കി ചെറുതായൊന്ന് ചിരിച്ചു. നിനക്ക് കിട്ടണം, വലിയ ത്യാഗിയാകാൻ പോയതല്ലേ? ജിത്തു ആണ്. ത്യാഗിയോ? ധ്യാൻ സംശയത്തോടെ ജിത്തുവിനെ നോക്കി. ആ, അല്ലാതെ സ്വന്തം കാമുകയോട് വീട്ടുകാർ പറയുന്നത് അനുസരിക്കണം എന്ന് പറഞ്ഞ് ഉപദേശിച്ചു വിട്ട ഇവനെ ഞാൻ എന്ത് വിളിക്കണം? ജിത്തു ഹരിയെ ചൂണ്ടി പറഞ്ഞു. അതിന് ഇഷ്ടം അവൾക്കായിരുന്നില്ലേ, ഇവനല്ലല്ലോ? ധ്യാൻ ചോദിച്ചു. ഒലക്ക, നിങ്ങളെയൊക്കെ ആരാടാ പോലീസിലെടുത്തത്? ഇവൻ അവളെ ഇഷ്ടമായിരുന്നു, ഇല്ലെന്ന് ഇവൻ പറഞ്ഞ ഇവനെ ഞാൻ തോട്ടും. ജിത്തു പറഞ്ഞത് ധ്യാനും നന്ദനും ഹരിയെ നോക്കി. അവൻ ജിത്തുവിനെ നോക്കി കണ്ണു മിഴിച്ചു നിൽപ്പാണ്.